കണ്ണൂർ സംഭവിച്ചത് യുവാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. റസീന എന്ന് പറയുന്ന ഒരു യുവതിയെ തൻ്റെ ആൺ സുഹൃത്തിനോടൊപ്പം വഴിയിൽ കാറിനരികിൽ നിൽക്കുന്നത് കാണുന്ന ഒരു സംഘം 3 അംഗ ചെറുപ്പക്കാർ വന്ന് അവരെ ചോദ്യം ചെയ്യുന്നു, SDP ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, വിചാരണ ചെയ്യുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ 2 പേരെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഇവർ വിളിച്ചു കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ ആ വാർത്തയിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ നിന്ന് റസീനയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. തുടർന്ന് ആ യുവാവിനെ അവർ SDP ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണും ടാബ്ലറ്റും വാങ്ങി പരിശോധിക്കുന്നു, വിചാരണ ചെയ്യുന്നു. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അതുപോലെ തന്നെ നമ്മുടെ ടാബ്ലറ്റ് എല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ചെക്ക് ചെയ്യാൻ പോലീസുകാർക്ക് മാത്രമേ അധികാരമുള്ളൂ, അല്ലാതെ വഴിയെ പോകുന്ന ആൾക്കാർക്കൊന്നും നമ്മുടെ അതെ അതിന് കൃത്യമായ രേഖകൾ വേണം. ഇവിടെ ആരോ കയറി വന്ന് ഒരു സംഘം ചേർന്ന് ഒരു നേതൃത്വം കയറി വന്ന് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പേഴ്സണൽ എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട്, അതും കണ്ണൂര്, നമ്മുടെ CPM കൊടികുത്തി വാഴുന്ന കണ്ണൂര് ഇത്രയും ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങി അദ്ദേഹത്തെ ഈ സംഘം ഓഫീസിൽ വെച്ച് വിചാരണ. ഈ SDP ആരാണ്? അവര് പോലീസുകാരാണോ? അവരോട് ഈ ക്രമസമാധാനം ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഓഫീസിലേക്ക് കൊണ്ടുപോയത്? അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല, ഇവർ വിളിച്ചാൽ കൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഒരുപക്ഷെ ഭീഷണി ഭയന്നായിരിക്കണം അദ്ദേഹം പോയത്. ഇപ്പോ ഇതിന്റെ ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ പോലീസുകാർക്കെതിരെ ഈ മരിച്ചുപോയ റസീനയുടെ കുടുംബം തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആകെ മൊത്തം ഒരു ദുരൂഹ സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മനുജ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? ആശിക്ക്, അതിനകത്തൊരു പ്രധാന കാര്യം, ഒന്ന്, കുടുംബം ആദ്യഘട്ടത്തിൽ ഈ മരണം നടന്നത് ഈ സുഹൃത്ത് ഇവളെ സാമ്പത്തികമായി ചതിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നെന്നും അതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നു. ഇന്ന് രാവിലെയാണ് റസീനയുടെ ഈ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. കീഴടങ്ങിൽ അദ്ദേഹം സ്വമേധയാ ചെല്ലുകയായിരുന്നു. ചെന്ന് താനും അവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളില്ല, ഇൻസ്റ്റഗ്രാം വഴി വെച്ച് പരിചയപ്പെടുന്നു, വഴിയുടെ സൈഡിൽ നിന്ന് വർത്തമാനം പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായി അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളില്ല എന്നാണ് യുവാവ് പറയുന്നത്. റസീനയുടെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി 3 പേരുടെ പേര് പറഞ്ഞ് അവർ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്ന അസഭ്യം പറഞ്ഞ് അവഹേളിച്ച് റസീനയുടെ ഹസ്ബൻഡ് ഇവിടെയല്ല, അവർ വിദേശത്താണുള്ളത്. അപ്പം അന്ന് ആശയ്ക്ക് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു സഹോദരി, റസീനയ്ക്ക് 40 വയസ്സുണ്ടാവും, എനിക്ക് ഒരു മുതിർന്നൊരു ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിലാണ് റസീന വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു സ്ത്രീ വഴിയിൽ കാണുന്ന അവരുടെ ഒരു സുഹൃത്തിനോട് വർത്തമാനം പറഞ്ഞാൽ ആരുടെ കുരു പൊട്ടുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ 2 പേരും ഓഫീസ് കഴിഞ്ഞ് ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും, ചിലപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് പൊതുനിരത്തിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ പോയി മാനവീയത്ത് നടക്കാൻ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഇതിനകത്ത് ആർക്കാണ് പ്രശ്നം? ഒരാണും പെണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പെണ്ണിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് ഒന്നെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ആണുങ്ങളായി, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെ സഹോദരൻ. ഇത് താലിബാനാണോ? ഇത് താലിബാനിലാണ് ഈ റൂളുള്ളത്, മനസ്സിലായോ? അല്ലാതെ പെണ്ണിന് സുഹൃത്തുക്കൾ പാടില്ല, പെണ്ണ് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. കൊണ്ടു നടക്കുന്ന ആണുങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ രക്തബന്ധം വേണം, അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നത് ഭർത്താവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന SDP എന്ന് പറയുന്ന താലിബാനികൾ ഇതിനെ സമ്മതിച്ചു തരികയുള്ളൂ. മാത്രമല്ല, ഈ റസീനയുടെ ദേശാഭിമാനിയിൽ വന്ന റസീനയുടെ ചർമ്മക്കോളത്തിലെ വാർത്തയ്ക്കകത്ത് വളരെ വ്യക്തമായി റസീനയുടെ കുടുംബാംഗങ്ങൾ CPM-കാരാണെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നിട്ടും SDP-കാരാണ് അവരുടെ ഓഫീസിൽ പോയെന്നാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതും അതും ഇതുമൊക്കെ ചെയ്യുന്നതും. അപ്പോൾ CPM-കാർക്ക് ഇതിൽ റോളൊന്നുമില്ലേ? അതായത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചയിൽ മുങ്ങുന്ന CPM എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് അർത്ഥം. അതിലൊന്നുമല്ല, ഈ സദാചാര ഗുണ്ടായിസത്തിനെ ഇതുവരെയും CPM-ലും പ്രമുഖ നേതാക്കന്മാർ അങ്ങനെ ഒഴിവാക്കിയോ അല്ലെങ്കിൽ അതിനെ എതിർത്തോ പോലും സംസാരിക്കുന്നതായിട്ടില്ല. പ്രത്യേകിച്ച് പിണറായിലാണ് നടന്നിരിക്കുന്നത്. ഇവരിവിടെ ഈ 2 പേരുടെയും കുടുംബത്തെ ഈ SDP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്ന് പറയുന്നുണ്ട്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ പാരന്റ്സിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അവര് കുറുമ്പ് കാണിച്ചു എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇതാണോ ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു പാർട്ടി ചെയ്യേണ്ട പരിപാടി? ഇതാണോ? ഇവരിതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഇപ്പോ ഒരു 2 പേർ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരാണെന്ന് ചിന്തിക്കാതെ അതൊരു ആണും പെണ്ണും
എന്ന് ചിന്തിച്ച് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാണ്? ഒരു രണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രണ്ടു പേർ അടുത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ട് മനുഷ്യർ നിന്ന് സംസാരിക്കുന്നു, അത്രയല്ലേ അതിൽ കാണേണ്ടതുള്ളൂ. അവർ മനുഷ്യന്മാരായ നമ്മൾ അങ്ങനെ എത്രേ കാണുള്ളൂ ആഷിഖ്. അത് ഇതിനകത്ത് സദാചാര ഗുണ്ടായുസവും ആണും പെണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികത മാത്രം അതിൽ കാണുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. അതിനാണ് താലിബാൻ തലച്ചോറ് എന്ന് പറയുന്നത്. താലിബാൻ തലച്ചോറുള്ള SDP നമുക്കറിയാം. SDP എന്താണെന്നും SDP പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നും അവർ ആരാണെന്നും ഒക്കെ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരാണ് ഇവന്മാരെന്നും അതിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുന്നതെന്നൊക്കെയുള്ള കാരണം അതൊക്കെ യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവർ എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇതിന് മുന്നേ ഇവന്മാർ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതായിക്കോട്ടെ, സദാചാര പരിപാടികളായിക്കോട്ടെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇവർക്ക് വലിയൊരു സാമൂഹികമായൊരു എന്താ പറയുക, ആളുകൾ മാറ്റി നിർത്തുകയും എതിർക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കുറച്ച് അയ്യങ്കാളി സ്മാരക പരിപാടികൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കലാകായിക സാംസ്കാരിക പരിപാടികളിൽ പോയിക്കൊണ്ടിരുന്ന ഇവർ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, വടിവാളും സദാചാര ബോംബുമായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ മനുജ, ഇവിടെ എനിക്കിതിൽ വളരെ വിചിത്രമായി തോന്നിയത് ആ കുടുംബത്തിന്റെ ഒരു ഒപ്പീനിയനാണ്. ഈ 3 പേർ നാട്ടിൽ നന്മയുള്ള പ്രവർത്തകരാണ്, നല്ലത് ചെയ്യുന്ന പ്രവർത്തകരാണ് എന്നൊരു പ്രസ്താവനയിലേക്ക് ഈ കുടുംബം എങ്ങനെയാണ് എത്തുന്നത്? തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് കിടക്കുമ്പോൾ അതിൻ്റെ കുറ്റക്കാർ അല്ലെങ്കിൽ പ്രതികൾ ഇവരാണെന്ന് CCTV ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി പോലീസുകാർ പറയുമ്പോൾ അവരല്ല കാരണം എന്ന് പറയാനുള്ള ഒരു 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 മാനസികാവസ്ഥ എങ്ങനെയാണ് ഈ കുടുംബത്തിന് വരുന്നത് എന്നാണ്. അത് SDP എന്തൊരു ഇൻഫ്ലുവൻസ് ആണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാക്കിയതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നതും അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പും ആ പെൺസുഹൃത്ത് അല്ലെങ്കിൽ ആ റസീന ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത്. അതെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ആ പോലീസുകാർക്കെതിരെ ഈ കുടുംബം തിരിയാന്ന് പറയുമ്പോൾ അത് ഒരു ഭയാനകമായ തീർച്ചയായിട്ടും അത് അതിൽ പ്രധാനമായിട്ടും റസീനയുടെ ഉമ്മ തന്നെയാണ്. ഉമ്മ അറിഞ്ഞിട്ടാണോ അത് പറഞ്ഞത്, അവർ സ്വാധീനിക്കപ്പെട്ടതാണ്. എന്തായാലും അതിൽ യാതൊരുവിധ സംശയവുമില്ല. അവരൊരു ഇങ്ങനത്തുള്ള സ്വത്വവാദികളുടെ കൂട്ടത്തിലായിരിക്കും അവർ താമസിക്കുക. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും പോലീസ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേരള പോലീസ് കൃത്യമായി അവർ തന്നെ കണ്ടെത്തി. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് എന്തായാലും ഇവരുടെ കയ്യിലെത്തിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. CCTV ഫുട്ടേജുകൾ, ആൺ സുഹൃത്തിൻ്റെ മൊഴി അടക്കം എന്തായാലും ഇത് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കേരള പോലീസ് ഈ വിഷയത്തിൽ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ പൂർണ്ണമായ അർത്ഥത്തിൽ റസീനയുടെ മരണകാരണം യഥാർത്ഥത്തിൽ എന്താണോ അത് പുറത്തു കൊണ്ടിരിക്കുകയും SDP പോലെയുള്ള ഈ ഇവരാണ് സാമൂഹിക വിരുദ്ധ രാശി. ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെ പൊതുസമൂഹം പൂർണ്ണമായ അർത്ഥത്തിൽ ഒഴിവാക്കുകയും ഇങ്ങനെയുള്ള ആളുകളെ തുറന്നു കാണിക്കുകയും നിങ്ങൾ ആരും സദാചാരത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ദയവ് ചെയ്ത് സ്ത്രീകളുടെ അടുത്തേക്ക് വരരുത്, 10-18 വയസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നറിയാം, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.